മെട്രിയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ഇസാക്കിൻ്റെയും റിബേക്കയുടെയും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുടുംബജീവിതത്തിലെ ദൈവത്തിൽ ചെയ്യുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്നും ഒക്കെ നമ്മൾ സംസാരിച്ചു. ഇന്ന് നമ്മൾ നെഗറ്റീവായിട്ടുള്ളൊരു കുടുംബത്തെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള കുടുംബങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അപ്പൻ പുരോഹിതൻ, മക്കൾ ഗൂണ്ടകൾ. ഇവിടെ ഞാൻ പറയാം, അപ്പൻ പുരോഹിതൻ, മക്കൾ ഗൂണ്ടകൾ. അങ്ങനെയുള്ളൊരു കുടുംബം ബൈബിളിലുണ്ട്. അതിനെക്കുറിച്ച് ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ പറയണമെന്നായിരിക്കും. കാരണം കുഞ്ഞുങ്ങളെ വളർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ചിന്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പേരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ പിശാച് ഏത് രീതിയിൽ കുഞ്ഞുങ്ങളെ തെറ്റിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ള ചിന്തകളുമെല്ലാം നമ്മൾ ഷെയർ ചെയ്യപ്പെട്ടാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഏത് രീതിയിൽ കുഞ്ഞുങ്ങളെ ഡിസിപ്ലിൻ ചെയ്യാതിരുന്നാൽ അവരെങ്ങനെ ഗൂണ്ടകളായി മാറുന്നു എന്നുള്ളത് കാണാൻ വേണ്ടി കൂടെയാണ് ഇത് നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്നത്. സാധാരണ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആരും സംസാരിക്കാറില്ല, പക്ഷേ ഇത് നമുക്കൊരു മാർഗദർശനമാവട്ടെ എന്ന് വിചാരിക്കും. ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആളിനെ മനസ്സിലായി കാണും. 1 ശമൂവേൽ 2-ാം അധ്യായത്തിലുള്ള ആളിനെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 1 ശമൂവേൽ 2:12 തൊട്ട് 17 വാക്യങ്ങളിലാണ്. അത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അതിൻ്റെ ഒരു ഹിസ്റ്ററി ആയിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കണം. എന്നാൽ ഏലിയുടെ പുത്രന്മാർ, ഏലി എന്ന് പറയുന്നത് പുരോഹിതനാണ്, ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. ഈ പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച വിധം എന്തെന്നാൽ, വല്ലവരും ഒരു യാഗം കഴിക്കുമ്പോൾ മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതൻ്റെ ബാല്യക്കാരൻ കയ്യിൽ മുപ്പല്ലിയുമായി വന്ന് കലത്തിലോ ഉരുളിയിലോ കുട്ടകത്തിലോ ചട്ടിയിലോ കുത്തും. മുപ്പല്ലിയിൽ പിടിച്ചതൊക്കെയും പുരോഹിതൻ എടുത്തുകൊള്ളും. ശീലോയിൽ വരുന്ന എല്ലാ ഇസ്രായേലരോടും അവർ അങ്ങനെ ചെയ്യും. മേധസ് ദഹിപ്പിക്കും മുമ്പേ പുരോഹിതൻ്റെ ബാല്യക്കാർ വന്ന് യാഗം കഴിക്കുന്നതിനോട് പുരോഹിതന് വറുപ്പാൻ മാംസം തരിക, പച്ചമാംസമല്ലാതെ വേവിച്ചതവൻ വാങ്ങുകയില്ല എന്ന് പറയും. മേധസ് ദഹിപ്പിച്ച് കഴിയട്ടെ, അതിനുശേഷം നീ ആഗ്രഹിക്കുന്നുള്ള എടുത്തുകൊള്ളുക എന്ന് അവനോട് പറഞ്ഞാൽ അവൻ അവനോട്, അല്ല, ഇപ്പോൾ തന്നെ തരണം, അല്ലെങ്കിൽ ഞാൻ ബലാൽക്കാരനെ എടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചുകൊണ്ട് അവരുടെ പാപം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലിയതാവും. ഇവിടെ ശമൂവേലിൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട് വരുന്ന ചില കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. ഏലിക്ക് 2 പുത്രന്മാരുണ്ടായിരുന്നു, ഹൊഫ്നി, ഫിനെഹാസ്. ഈ ഹൊഫ്നി, ഫിനെഹാസ് അവർ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ്? ദൈവത്തിന് യാഗം കഴിക്കുമ്പോഴേ മേധസ് ദൈവത്തിനുള്ളതാണ്. അതിനകത്ത് മേധസ് ദഹിക്കുന്നവരെ ആ യാഗം തുടർന്ന് പോകണം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് പുരോഹിതന് എടുക്കാം, കുഴപ്പമൊന്നുമില്ല, അത് പെർമിറ്റഡ് ആണ്. എന്നാൽ ഏലിയുടെ പുത്രന്മാർ പോയിട്ട് ഈ മുപ്പല്ലി എന്നൊക്കെ പറയുന്ന സാധനമുള്ള, ഈ ചൂടുള്ളപ്പോൾ കുത്തിയെടുക്കാൻ പറ്റുന്ന സാധനം, അത് പോയിട്ട് മുപ്പല്ലി കൊണ്ട് പോയിട്ട് ഇത് അങ്ങോട്ട് ഇടുന്നതിന് മുമ്പ് തന്നെ അത് കുത്തി, അതിന് തീ കത്തിക്കുന്നതിന് മുമ്പ് തന്നെ കുത്തിയെടുക്കും. എടുത്തിട്ട് എന്നിട്ട് അവർ ബലാൽക്കാരനെയാണ് എടുക്കുന്നത്. എടുത്തിട്ട് അവർ പറയുന്നുണ്ട്, ഇതങ്ങനെയല്ല, മേധസ് ദഹിപ്പിക്കട്ടെ, ദഹിച്ച് കഴിഞ്ഞിട്ട് നിനക്ക് എടുക്കാമല്ലോ. അന്നേരം പറയണം, അല്ല, പച്ച മാംസം ഞങ്ങൾ കഴിക്കുള്ളൂ, അത് കൊണ്ടുവരണം, വേവിക്കണം, പുരോഹിതന് വറപ്പനും. അതിനകത്ത് മേധസ് ദൈവത്തിന് പോകേണ്ടതായിട്ടുള്ള ഓഫറിങ് പുരോഹിതന് വേണം എന്ന് പറഞ്ഞ് ചെയ്യുന്നു. വേറെ രീതിയിൽ പറഞ്ഞാൽ, നോട്ട് അറ്റ് ഓൾ ഡിസിപ്ലിൻഡ്. ഏലി പറയുന്നത് കേൾക്കുകയോ അവരനുസരിക്കുകയോ ചെയ്തില്ല 2 കുഞ്ഞുങ്ങളെ. അവരെ ആ രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നതായിട്ട് നമുക്ക് ചിന്തിക്കാം. അപ്പോഴ് ദൈവം പിന്നെ അതിനകത്ത് ഇടപെടുന്നതായിട്ട് കാണുന്നു. ശരിക്കും പൗരോഹിത്യം തന്നെ ആ തലമുറയിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് 1 ശമൂവേൽ 3:13 ഏലിയുടെ ഭവനത്തിന് അകൃത്യത്തിന് യാഗത്താലും വഴിപാടിനാലും ഒരു നാളും പരിഹാരം വരികയില്ല എന്ന് ഞാൻ ഏലിയുടെ ഭവനത്തോട് സത്യം ചെയ്തിരിക്കുന്നു. ശമൂവേലിനോട് ദൈവം കൽപ്പിച്ച കാര്യമാണ്. ശമൂവേല് ബാലനെ ദൈവം വിളിച്ചു കഴിഞ്ഞപ്പോഴേ, ശമൂവേൽ ബാലന് അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേ ശമൂവേലിനോട് ദൈവം പറഞ്ഞതാണ്. കാരണം ഏലിയുടെ കുടുംബത്താൽ സാധാരണ പാപം ചെയ്യുമ്പോൾ വഴിപാട് യാഗവും ഒക്കെ സമർപ്പിച്ച് പരിഹാരം ഉണ്ടാക്കും. എന്നാൽ ഇതിന് യാതൊരു പരിഹാരവും ഞാൻ ഉണ്ടാക്കുകയില്ല. അപ്പോൾ ശമൂവേലിനോട് ഏലി ചോദിക്കുമ്പോൾ ആ ദർശനം കണ്ട കാര്യം
ദൈവം അറിയിച്ച അരുളപ്പാട് ശമൂവേൽ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് ഏലിക്ക് കിട്ടി. ഏലി അതനുസരിച്ച് പിള്ളേരെ ഇൻസ്ട്രക്ട് ചെയ്ത് കാണും. ആരാണ്? ഹൊഫ്നി, ഫിനാഹസിനെയൊക്കെ പറഞ്ഞു കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്നാൽ അതുകൊണ്ടൊന്നും കാര്യങ്ങളൊന്നും തീർന്നില്ല. ഈ ശമൂവേൽ വളർന്നു. 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 1 ശമൂവേൽ 3:19 ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴേ ശമൂവേൽ വളർന്നു എന്ന് പറയുമ്പോൾ ശമൂവേൽ വളർന്നതനുസരിച്ച് ഈ ഹൊഫ്നി, ഫിനാഹസും 15 അല്ലെങ്കിൽ 25-30 വയസ്സൊക്കെ ആയി ശമൂവേലായ സമയത്ത് ഇവർ 10-15 വർഷത്തിന് മുമ്പേ ശമൂവേലിനോട് ദൈവം പറഞ്ഞ കൽപ്പന ഏലിയിൽ കൂടി അവർക്ക് കിട്ടി. എന്നുവെച്ചാൽ നിൻ്റെ കുടുംബത്തിൽ ദൈവം ശാപമയക്കും, നീ ഇങ്ങനെ ചെയ്യരുത്. എന്താണ്? ദൈവത്തിനുള്ള യാഗം, മേധസ് തട്ടിയെടുത്ത് മാറ്റിക്കൊണ്ട് പോകുന്നു, നീ ഗൂണ്ടയായിട്ട് ജീവിച്ചാൽ പറ്റത്തില്ല എന്നുള്ള ആഹ്വാനം ശമൂവേൽ വഴി ഏലിക്ക് കിട്ടി. ഏലി അത് പറഞ്ഞു കാണുമായിരിക്കാം, നമുക്കറിയത്തില്ല. എന്നാൽ 4-ാം അധ്യായത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഫെലിസ്ത്യരുമായൊരു യുദ്ധം അവിടെ നടക്കുകയാണ്. 4-ാം അധ്യായത്തിൽ ഫെലിസ്ത്യരുമായിട്ട് യുദ്ധം നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ വായിച്ചു നോക്കിയാൽ അറിയാം. നിയമപെട്ടകം ഈ ഫെലിസ്ത്യരുമായിട്ട് യുദ്ധത്തിൽ തോക്കുന്ന പറഞ്ഞപ്പോൾ നിയമവെട്ടം പാളയത്തിൽ കൊണ്ടുവന്നു. നിയമവെട്ടം പാളയത്തിൽ കൊണ്ടുവന്ന് അവർ ജയിക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ നിയമവെട്ടം പിടിക്കപ്പെട്ടു. അവിടെ ഈ ഹൊഫ്നിയും ഫീനോഹാസും മരിക്കുന്നതായിട്ട് കാണും. അതിൽ ഇതിനു ശേഷം പോർക്കളത്തിൽ നിന്ന് ഒരാൾ ഓടിച്ചെന്ന് ഏലിയോട് വിവരം പറയുന്നു. 98 വയസ്സുള്ള ഏലി പെട്ടകം പിടിക്കപ്പെട്ടു എന്നറിഞ്ഞ് അവരിരുന്ന ചെയറിൽ നിന്ന്, ആസനത്തിൽ നിന്ന് പുറകോട്ട് വീണ് തലകുത്തി കഴുത്തൊടിഞ്ഞ് മരിച്ചു. അതാണ് എൻ്റെ എൻഡ്. ദൈവം തിരഞ്ഞെടുത്ത കുടുംബം, ദൈവം തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാനുള്ള കുടുംബം, അവിടെ എൻ്റെ ഏത് രീതിയിലായി എന്ന് നമുക്കറിയാം. അപ്പൻ വലിയ പുരോഹിതനാണ്, മക്കൾ ഗൂണ്ടകളായി തീർന്നു. അത് ഏലിയുടെ ഒരു പ്രോബ്ലം കൂടിയാണ്. അവരെ വേണ്ട രീതിയിൽ ഡിസിപ്ലിൻ ചെയ്യാത്തത് ഏലിയുടെ ഒരു പ്രോബ്ലം കൂടിയാണ്. പറഞ്ഞാൽ കേൾക്കാത്ത മക്കളെ എന്താ ചെയ്യണമെന്ന് ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആവർത്തന പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 18 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങളിലെ ദൈവം തന്നെ കൽപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്, അപ്പൻ്റെയോ അമ്മയുടെയോ വാക്ക് കേൾക്കാതെ അവർ ശാസിച്ചാലും അനുസരിക്കാതെയും ഇരിക്കുന്ന ഷടനും മത്സരിയുമായ മകൻ ഒരുത്തനുണ്ടെങ്കിൽ അമ്മയപ്പന്മാർ അവനെ പിടിച്ച് പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ പട്ടണവാതിക്കലേക്ക് കൊണ്ടുപോയി, ഞങ്ങളുടെ ഈ മകൻ ഷഠനും മത്സരിയും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തവനും തിന്നിയും കുടിയനുമാകുന്നുവെന്ന് പട്ടണത്തിലെ മൂപ്പന്മാരോട് പറയണം. പിന്നെ അവൻ്റെ പട്ടണക്കാർ എല്ലാവരും അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. ഇങ്ങനെ നിങ്ങളുടെ ഇതിൽ ദോഷം നീക്കിക്കളയണം. ഇതാണ് ദൈവം കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ആ സമയത്ത്. ഇപ്പോഴ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നെ തല്ലും. ദൈവം കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ആ സമയത്ത് അങ്ങനെയായിരുന്നു. പിതാവ് പറയുന്ന കാര്യങ്ങൾ, പിതാവ് ദൈവഹിതപ്രകാരം പറയുന്ന കാര്യങ്ങൾ മക്കളനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ, വാക്ക് കേൾക്കാതെ അവർ എന്താണ് ഇതിനകത്ത് പറയുന്നത്? ഷഠനും മത്സരിയുമാകാം. ഇന്ന് ഷഠനും മത്സരിയുമാകുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മുടെയൊക്കെ ഭവനത്തിലുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു 40% കുഞ്ഞുങ്ങളും മത്സര്യമുള്ളവരാണ്. ഇന്നങ്ങനെയാണെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലാനേ സമയം ഉണ്ടാവുള്ളൂ, അല്ലേ? ലേവി അത് ചെയ്യണമായിരുന്നു, അത് ചെയ്തില്ല. അതിനവസാനം എന്താ സംഭവിച്ചെന്നറിയാൻ മനസ്സിലായല്ലോ. അവർ പട്ടുപോയി. യുദ്ധത്തിൻ്റെ സമയത്ത് അവർ പട്ടുപോയി. ലേവിയുടെ എൻഡും അങ്ങനെയാണ്, തലകുത്തി വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചുപോയി. പുരോഹിതനായിരുന്നു. അതുകൊണ്ട് ആ സമയത്തുള്ള കൽപ്പനയാണ് അത്. എന്നാൽ ഇന്ന് ദൈവവചനപ്രകാരം അവരെ വളർത്തേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട്. അന്നുമുണ്ട്, ഇന്നുമുണ്ട്. അതിന് ഇന്നിപ്പോൾ അവരെ കല്ലെറിഞ്ഞ് കൊല്ലുകയല്ല. ഇന്ന് പിശാചിൻ്റെ അടിമത്വത്തിൽ കെട്ടിലായിരിക്കുന്ന അനേകം വ്യക്തിത്വങ്ങൾ, കുഞ്ഞുങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാനൊരു 5 എപ്പിസോഡ് തന്നെ എടുത്തിട്ടുണ്ട്. പിശാചിൻ്റെ പിടിയിലകപ്പെട്ട് അതിനെ എങ്ങനെ വിടുവിക്കണമെന്ന്. തീർച്ചയായും അങ്ങനെയുള്ള കുടുംബത്തിലുള്ള ആളുകൾ, കുഞ്ഞുങ്ങളെ നമ്മളിവിടെ കൊന്നുകളയാനല്ല നമ്മൾ പറയണ്ടേ. അത് പഴയ നിയമത്തിൽ പല്ലിന് പകരം പല്ല്
അങ്ങനെയുള്ളൊരു പ്രതികാര മനസ്ഥിതിയിലായിരുന്നു പറയുന്നത്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, അങ്ങനെയുള്ളൊരു പ്രതികാര മനസ്ഥിതിയിൽ നിന്ന് മാറി ദൈവം പുതിയ നിയമത്തിൽ ക്ഷമിക്കാനും കരുതാനും അവരെ ശാസിക്കാനും ശിക്ഷിക്കാനും ഒക്കെ മാതാപിതാക്കളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരെ പഥ്യോപദേശത്തിലും ശിക്ഷണത്തിലും വളർത്തേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ് ഉള്ളത്. അവർക്ക് അതിനുള്ള, അല്ലെങ്കിൽ ദൈവത്തോട് ചോദിക്കണം, ദൈവകൃപ പ്രാപിക്കണം അവരെ വളർത്താനായിട്ട്. ഫാമിലിയുടെ പ്രോബ്ലം വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ ചിന്തിച്ചാണ്. ദൈവസേനയിൽ അവരെ കരുതണം. നിങ്ങളാണ് മാതൃകയാകേണ്ടത്, പേരൻസാണ് മാതൃകയാകേണ്ടത്. പേരൻസ് മാതൃകയായില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പേരൻസാണ് മാതൃകയാകേണ്ടത്. അതുകൊണ്ട് ഇവിടെ എന്താണ് സംഭവിച്ചത്? പുരോഹിതൻ്റെ കുടുംബത്തിൽ ജനിച്ച കുഞ്ഞുങ്ങൾ പുരോഹിതനടക്കം വേണ്ട രീതിയിൽ ഡിസിപ്ലിൻ ചെയ്യാതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയതായിട്ട് കാണുന്നു. ഈ ഒരു അവസ്ഥ, ഞാനിത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു തിങ്കിങ്ങാണ്. ഈ ഒരു അവസ്ഥ നമ്മുടെ കുടുംബങ്ങളിലൊന്നും വരരുത്. നമ്മൾ ദൈവഭക്തരാണെന്ന് പറഞ്ഞ് നമ്മുടെ മക്കൾ ഗൂണ്ടകളായി പോകരുത്. നമ്മൾ ദൈവഭക്തരാണെന്ന് പറഞ്ഞാൽ പോരാ, നമ്മുടെ ജീവിതങ്ങളിൽ അത് പ്രദർശിപ്പിച്ചെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളത് തിരിച്ചറിയുള്ളൂ. നിങ്ങൾ പാട്ടും പ്രാർത്ഥനയും കയ്യടിയും ഉപവാസമൊക്കെ ഉണ്ടാവും, എന്നാൽ നിങ്ങളുടെ ജീവിതങ്ങളിലെ സ്റ്റൈല്, ലൈഫ് സ്റ്റൈല് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ജീവിതത്തിൽ ഇന്ന് ലൈഫ് സ്റ്റൈല് പലതുമില്ല. ഞാൻ പണ്ട് ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു മാനേജർ, ഞാനന്ന് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, കാരണം ബാങ്കിലെ ലോൺസും ഒക്കെ നോക്കുന്ന സെക്ഷനിലായിരുന്നു. അതായത് നമുക്ക് ഈ ഡോക്യുമെൻ്റൊക്കെ റിന്യൂ ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. അതായത് ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ കിഴക്കൻ മേഖലകളിൽ ഉള്ള ഒരു ബ്രാഞ്ചിലായിരുന്നു. അന്നേരം ഇങ്ങനെ പൈസ എടുത്താൽ ആരും പൈസ അടയ്ക്കത്തില്ല. പശുവിൻ്റെ ലോണുണ്ട്, കൃഷി ലോണുകളുണ്ട്, അങ്ങനെയൊക്കെയുള്ള സ്വയം തൊഴിലിൻ്റെ ലോണുണ്ട്. എടുക്കുന്ന ഒന്നും ആരും അടയ്ക്കത്തില്ല. അന്നേരം മാനേജർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. മാനേജർ ഒരു ക്രിസ്ത്യനാണ്, ഒരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടാണ്. മാനേജർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. മാനേജർ എന്നോട് പറഞ്ഞു, പ്രിയ സുഹൃത്തെ, നിങ്ങൾ ഇവരെക്കുറിച്ച് അവരുടെ ഡോക്യുമെൻ്റ് റിന്യൂ ചെയ്യാനും ഒന്നും വലിയ കൂടുതലും പോകണ്ട. അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിലൊരു പാട്ട് കേൾക്കുന്ന ഉപവാസ പ്രാർത്ഥന നടക്കുക. നിങ്ങൾ അവിടെ ചെന്നാൽ മതി. ഈ പൈസ അടയ്ക്കാത്ത എല്ലാവരും അവിടെ ഉണ്ട്. അവിടെ ചിലപ്പോൾ ഒറ്റ ഒരെണ്ണം ഇല്ലാതെ എല്ലാം അവിടെ കാണും. നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് റിന്യൂ എല്ലാം ചെയ്യാം. ഒരു ക്രിസ്ത്യനെ കുറിച്ച് വേറൊരു എന്താ അവിശ്വാസി പറയുന്നൊരു ടെസ്റ്റിമണിയാണ്. നമ്മൾ ഭയങ്കര പാട്ടും കയ്യടിയും ഉപവാസവും ഒക്കെയാണ്. എന്നാൽ ജീവിതത്തിൽ അത് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ കുഞ്ഞുങ്ങളിത് കണ്ടാണ് വളരുന്നത്. അവർ മുപ്പല്ലിയല്ല, അതിനപ്പുറത്തെ സാധനം എടുത്ത് യാഗവസ്തു തട്ടിയെടുക്കാനായിട്ട് അവർ ശ്രമിക്കും. പള്ളി കൊള്ളയടിക്കാൻ ശ്രമിക്കുന്ന കുഞ്ഞുങ്ങൾ, പുരോഹിതൻ്റെ മക്കൾ പള്ളി കൊള്ളയടിക്കുന്നു എന്ന് പറയുന്ന പോലെ അതുപോലുള്ളൊരു സ്റ്റേജിലേക്ക് ആയിത്തീരുമെന്ന് നമ്മൾ മറന്നുപോയത്. നമ്മൾ പല ഇൻസിഡൻസും അടുത്ത കാലങ്ങളിലൊക്കെ കേട്ടതാണ്. സാത്താന്യ പൂജയിൽ വരെ വിശ്വാസികളുടെ മക്കളായിത്തീരുന്നു. ഭയങ്കര ഡ്രഗ്സിന് ഇതൊക്കെ ആയിത്തീരുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ കാരണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതങ്ങൾ കൂടി നമ്മുടെ വിശ്വാസം പ്രദർശിപ്പിക്കപ്പെടുന്നില്ല എന്ന് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുമ്പോഴേ, എൻ്റെ അപ്പനും അമ്മയും ഹിപ്പോക്രൈറ്റാണ്, പറയുന്ന പോലെയല്ല ജീവിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ പോയാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി, അവരുടെ കൂടെയൊക്കെ ഇരുന്ന് പള്ളിയിലൊക്കെ ഇരുന്ന് വർഷിപ്പിനകത്തും വർഷിപ്പ് ലീഡറൊക്കെ ആയാൽ മതി എന്ന് മനസ്സിലാക്കുക. വർഷിപ്പ് ലീഡർ റാഗിങ്ങിൽ 1-ാം പ്രതിയായത് നമുക്കറിയാമല്ലോ, കോട്ടയത്ത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ പേരൻസ് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ മക്കൾ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് നമ്മൾ മറന്നപ്പോൾ. ഇത് നമുക്ക് ഏലിയുടെ ജീവിതത്തിലും ഏലിയുടെ പുത്രന്മാരായ ഹൊഫ്നി ഫിനെഹാസിൻ്റെ ജീവിതത്തിൽ നമുക്കൊരു മാതൃകയാണ്. ഇന്ന് ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യണം. ഞാൻ ഒറ്റ കാര്യം മാത്രമേ പറയാനായിട്ട് ആഗ്രഹിച്ചുള്ളൂ. ഒരു നെഗറ്റീവ് തോട്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ, ശിക്ഷിക്കുന്നതിൽ, ശിക്ഷണം കൊടുക്കുന്നതിൽ നമ്മൾ മാതൃകയായിരുന്നില്ലെങ്കിൽ, നമ്മളവരെ പ്രോപ്പറായിട്ട് ഡിസിപ്ലിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ നഷ്ടപ്പെട്ടു പോയിട്ട് ദൈവത്തോട് നിലവിളിച്ചിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എൻ്റെലി ഡിഫറൻ്റാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളറിയാത്ത വഴിയിൽ കൂടിയാണ് അവർ പോകുന്നത്. കാരണം ഇന്ന് മീഡിയയുടെ പ്രസൻസ്, വേറെ ഒരുപാട് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് ഇന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ അവരെ കരുതുകയും അവരുടെ കാര്യങ്ങളെ മനസ്സിലാക്കുകയും അവരേത് രീതിയിൽ വർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കി നമ്മൾ ജീവിതങ്ങൾ മാതൃകയാക്കി തീരുകയും ചെയ്യണം. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ കുടുംബങ്ങളുണ്ടായിരിക്കട്ടെ. ചില കുടുംബങ്ങൾ കർത്താവെ ഒരുപാട് പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നു. മക്കൾ കർത്താവെ പ്രത്യേകിച്ച് ഭവനത്തിൽ വരാതെയും, അതുപോലെ മക്കളെ പല
ഡ്രഗ്സിന് അഡിക്ഷനായിട്ടിരിക്കുന്ന ചില കുടുംബങ്ങൾ ഇത് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവെ, മുമ്പ് എന്തോ ഉണ്ടായെന്ന് അറിയത്തില്ല, ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആ പിതാവിനെയും പുത്രനെയും കർത്താവെ ആ കുഞ്ഞുങ്ങളെയും ഒക്കെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാവും പിതാവും ദൈവസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഇരുന്ന് ഈ വിഷയത്തിന് മധ്യസ്ഥത വഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ഇപ്പോഴും അടിയന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ ദൈവസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഈ വിഷയം വെച്ച് പ്രാർത്ഥിപ്പാനായിട്ട് ഞങ്ങൾ ദൈവാത്മ പ്രേരണയിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഉപവാസം ഡിക്ലെയർ ചെയ്ത് ഈ വിഷയം ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുക. ദൈവം അതിന് വലിയൊരു വിടുതൽ തരും. ഏതൊക്കെ ഡ്രഗ്സിനകത്തായാലും ഏതൊക്കെ പ്രയാസങ്ങൾ കൂടി കുഞ്ഞുങ്ങൾ കടന്നുപോയാലും അതിൽ നിന്നൊക്കെ ദൈവം വിടുവിക്കും. പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് ഒരുപാട് പ്രയാസപ്പെടുന്ന ചില കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ ഇதை കാണുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് വൈകുന്നേരം സമയങ്ങളിൽ അവരെ ചേർത്ത് വെച്ചൊന്ന് പ്രാർത്ഥിക്കുമോ? ജ്ഞാനം കുറവാകുന്നവർക്ക് ദൈവജ്ഞാനം കൊടുക്കുന്നു. ദൈവം അത്ഭുതങ്ങളെ കാണിക്കുന്ന, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആ കുഞ്ഞുങ്ങളുടെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുടെയൊക്കെ ഈസിയായിട്ട് അത് എഴുതത്തക്ക രീതിയിൽ ദൈവം കരുണ കാണിക്കാനായിട്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. സ്തോത്രം. ദൈവമേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം. എല്ലാ വയസ്സിൽ നിന്ന് ആ കുഞ്ഞുങ്ങളെ വിടുവിക്കപ്പെടണം. ദൈവസന്നിധിയിലെ നീതിയോടുകൂടി വിശ്വാസത്തോടെ അനുസരണയോട് ജീവിക്കാനായി മാതാപിതാക്കളെയും ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർമാനമായി വാച്ച് ചെയ്യണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. പ്രയർ റിക്വസ്റ്റുകൾ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.